ജീവൻ മുക്തി വിവേകം, ജീവൻ മുക്തി പ്രമാണ പ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. ഗീതയിലെ സ്ഥിതപ്രജ്ഞ വർണ്ണനം. ഗീത 2-ാം അധ്യായത്തിലാണ് ജീവൻ മുക്തനായ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. സാഖ്യബുദ്ധിയെയും യോഗബുദ്ധിയെയും കുറിച്ച് വിശദമായി കേട്ടുകഴിഞ്ഞ അർജുനൻ സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ കെട്ടും മട്ടും എന്തൊക്കെയാണ് എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. സ്ഥിതപ്രജ്ഞൻ്റെ സംഭാഷണം ഏതു രീതിയിലുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ഇരിപ്പും നടപ്പും എങ്ങനെയൊക്കെയാണ് എന്ന്. ഇവിടെ പ്രജ്ഞ എന്ന പദം കൊണ്ട് സത്യബോധം എന്നാണ് അർത്ഥമാക്കുന്നത്. സത്യബോധം സ്ഥിതമെന്നും അസ്ഥിതമെന്നും 2 തരത്തിലുണ്ട്. ഒരു ജാരപുരുഷനിൽ അനുരക്തയായ സ്ത്രീ തൻ്റെ കൃത്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും തനിക്കായി നിശ്ചയിച്ചിട്ടുള്ള ഗൃഹകാര്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുന്നുണ്ടെങ്കിലും അവളുടെ ബുദ്ധി എപ്പോഴും ജാരപുരുഷനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അനുഷ്ഠിച്ചു തീരുന്നതോടെ മറ്റു കൃത്യങ്ങൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ പരവൈരാഗ്യം നേടിയ സാധകൻ യോഗാഭ്യാസ പാടവം കൊണ്ട് ചിത്തത്തെ പൂർണ്ണമായും വശീകരിച്ച് സത്യബോധം കൈവരിച്ചാൽ പിന്നെ ഇടവിടാതെ സത്യാനുഭൂതിയിൽ തന്നെ മുഴുകുന്നു. ലോകകാര്യങ്ങൾ അനുഷ്ഠിച്ചു തീരുന്ന മാത്രയിൽ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് സ്ഥിതമായ സത്യബോധം. പരവൈരാഗ്യമോ യോഗാഭ്യാസ പാടവമോ നേടിയിട്ടില്ലാത്ത ചിലർക്കും പുണ്യവിശേഷം കൊണ്ട് ചിലപ്പോൾ അല്പസമയത്തേക്ക് തത്വജ്ഞാനം ഉണ്ടായെന്നു വരാം. എന്നാൽ അത് തുടർന്ന് നിലനിൽക്കാൻ ഇടവരുന്നില്ല. മായ പെട്ടെന്നതിനെ മറച്ചുകളയുന്നു. ഇതാണ് അസ്ഥിതമായ സത്യബോധം. സാധനാനുഷ്ഠാനം കൊണ്ട് കാലാന്തരത്തിൽ ഇത് സ്ഥിതമായി തീരുന്നതാണ്. വാസിഷ്ഠൻ തന്നെ ഇക്കാര്യം ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. പരവ്യസനിനി നാരീ വ്യഗ്രാഭിഗൃഹകർമ്മണി തദേവാസ്വാദയത്യന്തഃ പരസംഗരസായനം ഏവം തത്വേ പരേ ശുദ്ധേ ധീരോ വിശ്രാന്തിമാഗതഃ തദേവാസ്വാദയത്യന്തർബഹിർവ്യവഹരന്നപി. യോഗവാസിഷ്ഠം 5, 9, 58, 59. പരപുരുഷ അനുരക്തയായ സ്ത്രീ വീട്ടുകാര്യങ്ങളിൽ മുഴുകിയിരുന്നാലും സദാ പരസംഗരസം ആസ്വദിച്ചുകൊണ്ട് തന്നെ കഴിയുന്നു. അതുപോലെ പരതത്വത്തിൽ ചിത്തം ഉപശമിച്ചു കഴിഞ്ഞ ധീരൻ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടാലും എപ്പോഴും സത്യാനുഭൂതിയിൽ ലീനനായി തന്നെ വർത്തിക്കുന്നു. ഇവിടെ സമയഭേദമനുസരിച്ച് സ്ഥിതപ്രജ്ഞന്മാർ 2 തരക്കാരാണ്, സമാധിസ്ഥനെന്നും വ്യുത്ഥിതനെന്നും. ഈ 2 തരത്തിലുള്ള സ്ഥിതപ്രജ്ഞൻ്റെ കെട്ടും മട്ടുമാണ് അർജുനൻ അറിയാൻ ആഗ്രഹിച്ചത്. സമാധിസ്ഥസ്യ കാ ഭാഷ എന്ന ഭാഗം കൊണ്ട് സമാധിസ്ഥനായ ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അർജുനൻ്റെ ചോദ്യം. സ്ഥിതധീഹി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം എന്നുള്ളതുകൊണ്ട് സമാധി വിട്ട് ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന വ്യുത്ഥിതനായ സ്ഥിതപ്രജ്ഞൻ സംഭാഷണം ചെയ്യുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഭഗവാൻ മറുപടി നൽകി. പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ശ്രീമദ് ഭഗവത്ഗീത 2:55. മനോഗതങ്ങളായ സർവകാമങ്ങളും വെടിയണം. ആത്മാവുകൊണ്ട് ആത്മാവിൽ രമിക്കുന്നവനായി വർത്തിക്കണം. അതോടെ ഒരാൾ സ്ഥിതപ്രജ്ഞനായിത്തീരുന്നു. കാമങ്ങൾ 3 വിധമാണുള്ളത്: ബാഹ്യങ്ങളെന്നും ആന്തരങ്ങളെന്നും വാസനാമാത്ര രൂപങ്ങളെന്നും. ഒരാൾ സമ്പാദിച്ചെടുക്കുന്ന അന്നവസ്ത്രാദി സുഖഭോഗ സാമഗ്രികളാണ് ബാഹ്യകാമങ്ങൾ. അഭിലാഷരൂപത്തിൽ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സുഖസാമഗ്രികളാണ് ആന്തരകാമങ്ങൾ. വഴിയിൽ ചിതറിക്കിടക്കുന്ന തൃണശകലങ്ങളെപ്പോലെ
എല്ലാ ചിത്തവൃത്തികളുടെയും പിന്നിൽ തുടക്കം മുതൽ നിലനിൽക്കുന്ന സൂക്ഷ്മങ്ങളായ പ്രേരക ശക്തികളാണ് വാസനാകാമങ്ങൾ. ആത്മസമാധിയിൽ ലയിക്കുന്നയാൾ എല്ലാ ബുദ്ധിചലനങ്ങളെയും ഉപശമിപ്പിക്കുന്നത് കൊണ്ട് 3 തരം കാമങ്ങളെയും പരിത്യജിച്ചവനായി ഭവിക്കുന്നു. അദ്ദേഹത്തിന് എപ്പോഴുമുള്ള സന്തോഷം മുഖപ്രസാദം കൊണ്ട് ഊഹിക്കപ്പെടാവുന്നതാണ്. അത് കാമലാഭം കൊണ്ടുണ്ടാകുന്നതല്ല, ആത്മലാഭം കൊണ്ടുണ്ടാകുന്നതാണ്. കാമങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ബുദ്ധി പരമാനന്ദ സ്വരൂപം കൈക്കൊണ്ട് ആത്മതത്വത്തിന് അഭിമുഖമായി ഭവിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു ചേർന്നതാണ് സദാ സന്തുഷ്ടി. സംപ്രജ്ഞാത സമാധിയിൽ എന്ന പോലെ ഇവിടെ ആത്മാനന്ദം മനോവൃത്തികൾ കൊണ്ട് ഇടയ്ക്കിടെ തടയപ്പെടുന്നില്ല. നാമരൂപ സങ്കല്പങ്ങളോട് ഇടകലർന്നുള്ള ആത്മാനുഭവമാണ് സംപ്രജ്ഞാത സമാധി. സ്ഥിതപ്രജ്ഞന്റെ ആത്മാനന്ദം സ്വയം പ്രകാശിക്കുന്ന ശുദ്ധബോധ സ്വരൂപമായ ആത്മാവിൻ്റേതു മാത്രമാണ്. ഇവിടത്തെ സന്തോഷം മനോവൃത്തിയിൽ ഉളവാകുന്നതല്ല, സമാധി സംസ്കാരമായി നിലനിൽക്കുന്നതാണ്. ഇതൊക്കെയാണ് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളായി പറയപ്പെടുന്നവ. ഇവിടത്തെ സന്തോഷം മനോവൃത്തിയിൽ ഉളവാകുന്നതല്ല, സമാധി സംസ്കാരമായി നിലനിൽക്കുന്നതാണ്. സുഖേഷ് ദുഃഖേഷ്വനുദ്വിഗ്നമനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമുനിരുച്യത്തെ. ശ്രീമദ് ഭഗവത്ഗീത 2:56. ദുഃഖങ്ങളിൽ മനസ്സിന് സന്താപമില്ല, സുഖങ്ങളിൽ കൊതിയുമില്ല, ഭയമില്ല, രാഗമില്ല, ക്രോധമില്ല. ബുദ്ധി ആത്മാനുഭൂതിയിൽ നിന്നും തെറ്റിമാറുന്നതേയില്ല. അങ്ങനെയുള്ള ആളാണ് ജീവൻ മുക്തനായ മുനി. വിഷയങ്ങളോട് രാഗമുണ്ടാകുമ്പോൾ ചിത്തത്തിന് രജോഗുണ വികാര രൂപത്തിലുള്ള സന്താപമുണ്ടാകുന്നു. ഇത് ആത്മാനുഭവത്തിന് പ്രതികൂലമായ ചിത്തവൃത്തി ആയതുകൊണ്ട് ദുഃഖം എന്നറിയപ്പെടുന്നു. ഇത്തരം ദുഃഖമുണ്ടാകുന്നതോടെ ഞാൻ പാപിയാണ്, ദുരാത്മാവായ ഞാൻ നിന്ദ്യനാണ് എന്നിങ്ങനെ തുടർന്ന് നിലനിൽക്കുന്ന തമോഗുണ വികാര രൂപത്തിലുള്ള ഭ്രാന്തി ആവിർഭവിക്കുന്നു. ഇതാണ് ഉദ്വേഗം. ഇത് വിവേകബുദ്ധി അല്ലേ എന്ന് തോന്നാമെങ്കിലും പൂർവജന്മകൃതമായ പാപത്തെക്കുറിച്ച് ഈ ജന്മത്തിൽ ഉദ്വേഗപ്പെടുന്നത് കൊണ്ട് ഫലമില്ലല്ലോ. പാപം ചെയ്ത ജന്മത്തിൽ തന്നെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമായിരുന്നു. ചെയ്തുപോയ പാപത്തിൻ്റെ ഫലമായി പുതിയൊരു ജന്മം കിട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ ഉദ്വേഗം കൊണ്ട് ഫലമില്ല. അതുകൊണ്ടാണ് ഉദ്വേഗം മനസ്സിൻ്റെ ഭ്രാന്തിയാണെന്ന് പറയുന്നത്. രാജ്യലാഭം, പുത്രലാഭം തുടങ്ങിയ അഭിലാഷസിദ്ധികളിൽ ചിത്തം തൽക്കാലത്തേക്ക് ഉപശമിച്ച് സത്വഗുണോത്കർഷം നിമിത്തം പ്രീതിരൂപമായി ഉണ്ടാകുന്ന അനുകൂല ചിത്തവൃത്തിയാണ് സുഖം. സുഖലബ്ധിയിൽ ഇനിയും ഭാവിയിൽ ഉണ്ടാകേണ്ട സുഖത്തിനായി പുണ്യകർമ്മങ്ങൾ ചെയ്യാതെ ലഭിച്ച സുഖത്തിൽ മതിമറന്നുണ്ടാകുന്ന തമോഗുണ ചിത്തവൃത്തിയാണ് സ്പൃഹ. സുഖലാഭത്തിൽ ഈശ്വരനെ മറന്നുപോകുമ്പോഴാണ് സ്പൃഹ ഉദയം ചെയ്യുന്നത്. സുഖലാഭത്തിൽ ഈശ്വരനെ മറന്നുപോകുമ്പോഴാണ് സ്പൃഹ ഉദയം ചെയ്യുന്നത്. സുഖദുഃഖങ്ങൾ പ്രാരബ്ധ കർമ്മഫലങ്ങളാണ്. വിഷയോന്മുഖമായ ചിത്തം സദാ വൃത്തി ചഞ്ചലമായതുകൊണ്ട് ഇവ രണ്ടും കൂടാതെ കഴിയുകയുമില്ല. ഒരു വിവേകിക്ക് ഉദ്വേഗവും സ്പൃഹയും സംഭവിക്കുന്നതേയില്ല. താമസ കർമ്മങ്ങളിൽ നിന്നാണ് രാഗഭയക്രോധങ്ങൾ ഉണ്ടാകുന്നത്. അവയും ഒരു സത്യനിഷ്ഠനെ സ്പർശിക്കുന്നതേയില്ല. ഇപ്രകാരമുള്ള ഒരു സ്ഥിതപ്രജ്ഞൻ സ്വാനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് ശിഷ്യശിക്ഷയെ മുൻനിർത്തി ഉദ്വേഗമോ സ്പൃഹയോ കൂടാതെ മാത്രമേ സംഭാഷണം ചെയ്യാറുള്ളൂ.
സ്ഥിതപ്രജ്ഞ ലക്ഷണം. മറ്റുള്ളവർക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ തനിക്കുമുണ്ടാകുന്നത് തന്നെയാണെന്ന് ഭ്രമിപ്പിക്കുന്ന സ്നേഹം തമോ ഗുണത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ഒരു മനോവൃത്തിയാണ്. ലൗകിക സുഖദുഃഖങ്ങളെല്ലാം തമസിൻ്റെ രൂപാന്തരമായ ജഡത്തെ ആശ്രയിച്ചുള്ളവയാണല്ലോ. തനിക്ക് സുഖം തരുന്നവയെന്ന് കരുതുന്ന കളത്ര ധനധാന്യാദികളാണ് ശുഭവിഷയം. അവയുടെ ഗുണം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്തവൃത്തികളാണ് അഭിനന്ദനങ്ങൾ. സ്വന്തം സുഖസാമഗ്രികളെ പ്രകീർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് രുചികരമാവാനിടയില്ലല്ലോ. അതുകൊണ്ട് അഭിനന്ദനം വ്യർത്ഥമായ ഒരു സ്വാർത്ഥ പ്രകടനമാണ്. അക്കാരണത്താൽ തന്നെ അഭിനന്ദനം താമസവൃത്തിയാണെന്ന് സ്പഷ്ടം. മറ്റുള്ളവരുടെ ബുദ്ധിസാമർഥ്യവും ഉത്കർഷവും അസൂയയെ ഉളവാക്കി ദുഃഖിപ്പിക്കാൻ ഇടവരുന്നതുകൊണ്ട് ഒരാൾക്ക് അവ അശുഭ വിഷയങ്ങളായി തീരാം. അവയെ നിന്ദിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിത്തവൃത്തിയാണ് ദ്വേഷം. ഇതും മനസ്സിൻ്റെ ഒരു തമോവൃത്തിയാണ്. കാരണം ഈ നിന്ദ കൊണ്ട് തനിക്കോ അന്യനോ ദോഷമല്ലാതെ ഗുണമൊന്നും വരാനില്ലെന്നുള്ളത് തന്നെയാണ്. ഇപ്രകാരമുള്ള താമസവൃത്തികൾ വിവേകിയായ സ്ഥിതപ്രജ്ഞനെ ഒരിക്കലും ബാധിക്കുന്നില്ല. വ്യവഹാരദശയിൽ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ മാനസിക സ്ഥിതി എന്തായിരിക്കുമെന്നാണ് ഇതുവരെ വെളിവാക്കിയത്. സമാധ്യാവസ്ഥയിൽ ചിത്തവൃത്തികൾ പൂർണ്ണമായി ഒടുങ്ങുന്നു. അപ്പോൾ പിന്നെ താമസവൃത്തികളുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അവിടെ ആമ അതിൻ്റെ അവയവങ്ങളെ പിൻവലിക്കുന്നത് പോലെ സ്ഥിതപ്രജ്ഞൻ ഇന്ദ്രിയങ്ങളെയെല്ലാം വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അചഞ്ചലമായ ആത്മനിഷ്ഠയിൽ തന്നെ ഉറപ്പിക്കുന്നു. എന്തിനേറെ വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഭഗവത്ഗീത 2:59. വിഷയങ്ങളെ അടുപ്പിക്കുവാനുള്ള യത്നം ഉപേക്ഷിക്കുന്നതോടെ വിഷയങ്ങൾ സ്വയം പിന്മാറുന്നു. പരമാനന്ദ സ്വരൂപമായ ആത്മസത്യത്തെ ദർശിക്കുന്നതോടെ വിഷയങ്ങളിലുള്ള അല്പമായ രസവും വിരസമായി മാറുന്നു. പ്രാരബ്ധകർമ്മം സുഖദുഃഖ ഹേതുക്കളായ ചില വിഷയങ്ങളെ സ്വയം സൃഷ്ടിച്ചു കാണിക്കും. ചന്ദ്രോദയവും ഇരുട്ടുമൊക്കെ അങ്ങനെ വ്യക്തിയുടെ പ്രയത്നം കൂടാതെ സ്വയം ആവിർഭവിക്കുന്ന വിഷയങ്ങളാണ്. ഗൃഹധനാദിയായ മറ്റു വിഷയങ്ങൾ പുരുഷപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന വിഷയങ്ങളാണ്. ഒരിക്കൽ കൂടി വായിക്കാം. പ്രാരബ്ധകർമ്മം സുഖദുഃഖ ഹേതുക്കളായ ചില വിഷയങ്ങളെ സ്വയം സൃഷ്ടിച്ചു കാണിക്കും. ചന്ദ്രോദയവും ഇരുട്ടുമൊക്കെ അങ്ങനെ വ്യക്തിയുടെ പ്രയത്നം കൂടാതെ സ്വയം ആവിർഭവിക്കുന്ന വിഷയങ്ങളാണ്. ഗൃഹധനാദിയായ മറ്റു വിഷയങ്ങൾ പുരുഷപ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന വിഷയങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി പ്രത്യാഹരിച്ചുകൊണ്ടുള്ള സമാധി നിഷ്ഠയിൽ മാത്രമേ ചന്ദ്രോദയാദി പ്രാരബ്ധ വിഷയങ്ങൾ അകന്നു കിട്ടൂ. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി പ്രത്യാഹരിച്ചുകൊണ്ടുള്ള സമാധി നിഷ്ഠയിൽ മാത്രമേ ചന്ദ്രോദയാദി പ്രാരബ്ധ വിഷയങ്ങൾ അകന്നു കിട്ടൂ. സ്വപ്രയത്നം കൊണ്ട് നേടാവുന്ന ഗൃഹധനാദികൾ സമാധി കൂടാതെ തന്നെ അകലുന്നതാണ്. ആഹാര ശബ്ദത്തിന് പ്രയത്നം എന്നാണ് അർത്ഥം. പ്രയത്നം ചെയ്യാതിരുന്നാൽ മതി, ഗൃഹധനാദി വിഷയങ്ങൾ അകലും. പക്ഷേ അവയിലുള്ള രസം അപ്പോഴും അകലുകയില്ല. അവയെക്കുറിച്ചുള്ള മാനസിക തൃഷ്ണയാണ് രസം. പരമാനന്ദ സ്വരൂപമായ പരമാത്മ ദർശനത്തോടെ അതുമൊടുങ്ങും. പരമാനന്ദ സമുദ്രം കൈവന്നാൽ പിന്നെ അല്പമായ ആനന്ദബിന്ദുവിനെ കൊതിക്കേണ്ട കാര്യമില്ലല്ലോ. ആത്മലോകകാംക്ഷികളായ നമുക്ക് സന്താനങ്ങളെ കൊണ്ട് എന്ത് കിട്ടാനാണ് എന്നല്ലേ വിരക്തന്മാരുടെ മനോഗതിയെക്കുറിച്ച് ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പൂർണ്ണമായ ഇന്ദ്രിയ പ്രത്യാഹാരം കൊണ്ട് നേടാവുന്ന ഈ സമാധി അത്ര എളുപ്പമാണെന്ന് കരുതിക്കൂടാ. നല്ലപോലെ വിവേകം നേടാത്ത ഒരുവൻ
ഇന്ദ്രിയ നിഗ്രഹത്തിനു വേണ്ടി മാത്രം എത്ര പരിശ്രമം ചെയ്താലും ചിലപ്പോൾ അവനെ ഇളക്കി മറിച്ചുവെന്ന് വരും. മനസ്സിനെ ബലാൽ പിടിച്ചു കൊണ്ടുപോയി വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചുവെന്ന് വരും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം ഉപശമിപ്പിച്ച് ഒരു സത്യാന്വേഷി സദാ സമാധ്യഭ്യാസ തൽപരനായി വർത്തിക്കേണ്ടതാണ്. ഇന്ദ്രിയങ്ങൾ ആർക്ക് വശപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ മനസ്സ് ബ്രഹ്മനിഷ്ഠയിൽ സദാ ഉറപ്പുറ്റതായിരിക്കും. സ്ഥിതപ്രജ്ഞൻ എപ്പോഴും ഒരിടത്തു തന്നെ ഇരിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് മേൽ വിവരിച്ചത്. സമാധ്യഭ്യാസം സദാ തുടർന്നില്ലെങ്കിൽ വന്നു പോകാവുന്ന പതനത്തിൻ്റെ സ്വരൂപമാണ് ഇനി വിവരിക്കുന്നത്. വിഷയങ്ങളെ ധ്യാനിക്കുന്ന മനസ്സ് അവയുടെ സാമീപ്യം കൊതിക്കുന്നു. ഇതാണ് സംഗം. സാമീപ്യം അവയിൽ നിന്നും കിട്ടാവുന്ന സുഖം അനുഭവിക്കാൻ ശക്തിയായി പ്രേരിപ്പിക്കുന്നു. ഇതത്രേ കാമം. കാമത്തിന് തടസ്സമുണ്ടാകുന്നതോടെ കോപം സംജാതമാകുന്നു. കോപമുണ്ടാകുന്നതോടെ ജീവിത ലക്ഷ്യം എന്ത്, സത്യമേത്, മിഥ്യ ഏത് എന്നീ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതാവുന്നു. ഇതാണ് സമ്മോഹം. അതോടെ ആത്മസ്വരൂപം അനുസന്ധാനം ചെയ്യാനുള്ള കഴിവ് പാടേ നശിക്കുന്നു. ഇതുതന്നെയാണ് സ്മൃതി വിഭ്രമം. സ്മൃതിഭ്രംശം ജഡങ്ങളെ സത്യമെന്നു ഭ്രമിപ്പിച്ച് ജ്ഞാനത്തെ തടയുന്നു. അങ്ങനെ ബുദ്ധി മോക്ഷവിപരീതമായ മാർഗത്തിൽ കടന്നു സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ് ബുദ്ധിനാശം. ബുദ്ധിനാശം വിവേകശൂന്യമായ ഇരുളടഞ്ഞ ജന്തുജീവിതങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നു. ഇതുതന്നെയാണ് പ്രണാശം. വിഷയധ്യാനം, സംഗം, കാമം, ക്രോധം, സമ്മോഹം, സ്മൃതിഭ്രംശം, ബുദ്ധിനാശം, പ്രാണനാശം ഇവയാണ് സ്ഥിതപ്രജ്ഞ സ്ഥിതിക്ക് വിപരീതമായ പന്ഥാവിലെ പടികൾ. ഇത് ഇരുട്ടിൻ്റെ മാർഗമാണ്. സ്ഥിതപ്രജ്ഞ മാർഗം പ്രകാശത്തിൻ്റേതാണ്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരന് ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഭഗവത്ഗീത 11:4. രാഗദ്വേഷങ്ങളാകുന്ന സത്യനിഷ്ഠനും ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങളിൽ വ്യാപരിച്ചു എന്ന് വരാം. പക്ഷേ സത്യനിഷ്ഠൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും അദ്ദേഹത്തിന് വശവർത്തികളായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ നിസ്സംഗമായ വിഷയവ്യാപാരം അസാധാരണമായ ചിത്തപ്രസാദത്തെ ഉളവാക്കുന്നു. മനസ്സ് പൂർണ്ണ നിയന്ത്രണത്തിൽ വർത്തിക്കുകയാണ് വിധേയാത്മത്വം. ചിത്തത്തിൻ്റെ ശുദ്ധിയും ബന്ധാഭാവം കൊണ്ടുള്ള സ്വാതന്ത്ര്യ അനുഭവവുമാണ് പ്രസാദം. കൂടെ സമാധി അഭ്യസിക്കുന്ന ഒരാൾക്ക് സമാധിയിലെ സുഖാനുഭവത്തിൻ്റെ വാസന തുടർന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് സമാധി വിട്ടുണർന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ചിത്തപ്രസാദത്തിന് യാതൊരു ഹാനിയും സംഭവിക്കുന്നില്ല. സ്ഥിതപ്രജ്ഞൻ എണീറ്റ് നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് മേൽ വിവരിച്ചത്. ഇങ്ങനെ അനേകം ശ്ലോകങ്ങൾ കൊണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം ഗീതയിൽ നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു സംശയം വരാം. സത്യബോധം നിറഞ്ഞ പ്രജ്ഞയുടെ ആവിർഭാവവും ഉറപ്പും നേടുന്നതിന് മുൻപ് സാധനാനുഷ്ഠാന വേളയിൽ തന്നെ രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടവയല്ലേ? തീർച്ചയായും ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ്. എങ്കിലും സാധകൻ്റെയും സ്ഥിതപ്രജ്ഞൻ്റെയും രാഗദ്വേഷ രാഹിത്യത്തിന് വിശേഷമുണ്ടെന്നോർക്കണം. സാധനാനുഷ്ഠാന കാലത്തിലെ രാഗദ്വേഷ രാഹിത്യം പ്രയത്നം കൊണ്ട് നിലനിർത്തേണ്ടതാണ്. സ്ഥിതപ്രജ്ഞനിലാകട്ടെ രാഗദ്വേഷ രാഹിത്യം സ്ഥിതപ്രജ്ഞ ലക്ഷണമെന്ന നിലയിൽ സ്വതസിദ്ധമായി വിരാജിക്കുന്നതാണ്. ഒരിക്കൽ കൂടി വായിക്കാം. സാധകൻ്റെയും സ്ഥിതപ്രജ്ഞൻ്റെയും രാഗദ്വേഷ രാഹിത്യത്തിന് വിശേഷമുണ്ടെന്നോർക്കണം. സാധനാനുഷ്ഠാന കാലത്തിലെ രാഗദ്വേഷ രാഹിത്യം പ്രയത്നം കൊണ്ട് നിലനിർത്തേണ്ടതാണ്. സ്ഥിതപ്രജ്ഞനിലാകട്ടെ രാഗദ്വേഷ രാഹിത്യം സ്ഥിതപ്രജ്ഞ ലക്ഷണമെന്ന നിലയിൽ സ്വതസിദ്ധമായി വിരാജിക്കുന്നതാണ്. ഈ സ്ഥിതപ്രജ്ഞ സ്ഥിതിയെ തന്നെയാണ് വേദാന്തശാസ്ത്രം ജീവൻ മുക്തി എന്ന് വിളിക്കുന്നത്. ഇവിടെ
ഇടതടവില്ലാത്ത ആത്മാനുഭവം കൊണ്ട് എല്ലാ ഭേദചിന്തകളും പാടെ ഒടുങ്ങുന്നു എന്നറിയേണ്ടതാണ്. ഗീതയിലെ ഭഗവത് ഭക്ത വർണ്ണനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.